السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليس الغنى عن كثرة العرض ولكن الغنى غنى النفس. റവാഹു ബുഖാരിയു വ മുസ്ലിം വ തുർമുദിയു റഹ്മത്തുള്ളാഹി അലൈഹിം. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ സ്ഥാനങ്ങളും മാനങ്ങളും സമ്പത്തും എത്രത്തോളമുണ്ടോ അത്രത്തോളമാണ് ഒരാളുടെ വ്യക്തിപരമായോ കുടുംബപരമായോ സാമൂഹികമായോ സുഖവും സന്തോഷവും ഉണ്ടാവുക എന്നാണ് പൊതുവിൽ ആളുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ പരമാവധി ഇത് രണ്ടും നേടാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പരിശ്രമത്തിനിടയിൽ താൻ സ്വീകരിക്കുന്ന നടപടികളിലെ നീതിയോ ന്യായമോ ഹിതമോ അഹിതമോ ഹലാലോ ഹറാമോ ഹക്കോ ബാത്തയോ പലപ്പോഴും പരിശോധിക്കാൻ മറന്നുപോകും. അതുകൊണ്ട് തന്നെ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ ആ തേടുന്നതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാർഗം വ്യത്യസ്തമായിരിക്കും. ഇത് കാരണമായി എത്ര ശ്രമിച്ചാലും എന്തൊക്കെ നേടിയാലും മനുഷ്യന് സുഖമോ സന്തോഷമോ പിന്നെയും ബാക്കിയാണ്. അത് അയാളിൽ നിന്ന് അകലെയായിരിക്കും. നമുക്കറിയാം, സമീപ കാലത്ത് ഒരുപറ്റം നിരവധി കോടികളുടെ തിരിമറിയും അഴിമതിയും ഒക്കെ നടത്തിയ പല ആളുകളെയും നാം യഥാർത്ഥത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടാകുമല്ലോ. അത്തരക്കാർക്കൊക്കെ ഇന്ന് ലോകത്ത് അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും മൂർത്തമായ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള സാമ്പത്തികമായ അവസ്ഥയുണ്ട്. പക്ഷേ സമാധാനവും സുഖവും സന്തോഷവും ഒരുപാട് അകലെയാണ്. മനുഷ്യൻ്റെ ഇത്തരം രംഗത്തോടുള്ള ത്വര 10 കിട്ടിയവൻ 100 കിട്ടാനും 100 കിട്ടിയവൻ 1000 കിട്ടാനും 1000 കിട്ടുന്നവൻ 10,000-നും ലക്ഷത്തിനും ട്രില്യൺ മില്യൺ ക്രോഡുകൾക്കും വേണ്ടി ഒരുതരം ദാഹം ദാഹിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. സ്വന്തമായി എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തനാകുന്ന മാനസിക അവസ്ഥയ്ക്കാണ് ഐശ്വര്യം, ക്ഷേമം, സമാധാനം എന്നൊക്കെ പറയുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇല്ലാത്തതിൽ ദുഃഖിക്കാതെ ഇരിക്കുകയും ഉള്ളതിൽ അഹങ്കരിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ തൻ്റെ യഥാർത്ഥമായ സുഖത്തിൽ ആണ് എന്ന് പറയാൻ കഴിയുന്നത്. തൻ്റെ യാതനകളും വേദനകളും ദൂരീകരിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നോ കൂടുതൽ നല്ല അവസ്ഥ കാക്ഷിക്കാൻ പാടില്ലെന്നോ ഇതിന് അർത്ഥമില്ല. ജീവിതത്തിൽ ക്ലേശങ്ങൾ ലഘൂകരിക്കാനും കൂടുതൽ സുഭിക്ഷതയ്ക്ക് വേണ്ടി യത്നിക്കാനും ഓരോ വ്യക്തിയും, ഞാനും നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ്. എന്നാൽ അതിൻ്റെ അനിവാര്യത നിലവിലുള്ള അവസ്ഥയോട് അസംതൃപ്തിയും അപകർഷതയും നിലവിലുള്ള അവസ്ഥകളോട് പൊരുത്തപ്പെടാതെയും ആസ്വദിക്കാതെയും ഇരിക്കുക എന്നുള്ളതല്ല. കൂടുതൽ നല്ലതിന് വേണ്ടിയുള്ള അന്വേഷണം, കയ്യിലുള്ളതിൻ്റെ ആസ്വാദനത്തോടു കൂടി തന്നെ അവയെ നിഷേധിക്കാതെയാവുക എന്നുള്ളതാണ്. കയ്യിലുള്ളത് തൃപ്തിപ്പെടാൻ കഴിയാത്തവന് തേടുന്നത് കിട്ടിയാലും തൃപ്തിപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10 കിട്ടിയവന് അത് തൃപ്തിപ്പെടാൻ കഴിഞ്ഞാലേ 100 കിട്ടിയാൽ അതും തൃപ്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ എത്ര കിട്ടിയാലും അവൻ്റെ സംതൃപ്തിക്ക് അത് കൂടുതൽ ഉപകരിക്കില്ല, ആർത്തി നിലനിൽക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇന്ന് മനുഷ്യൻ സുഖം അന്വേഷിക്കേണ്ടത് അവരവരുടെ കൈകളിൽ ഇല്ലാത്തതിലല്ല, ഉള്ളവയിൽ തന്നെയാണ്. കയ്യിലുള്ളതിൽ സാഫല്യം കാണാത്തവൻ കയ്യിലില്ലാത്തവയുടെ പേരിൽ ആവലാതിയും വേവലാതിയും കാണിക്കുന്നു. അവ നേടാൻ ആർത്തിയും വളഞ്ഞ വക്രമായ മാർഗങ്ങളും സ്വീകരിക്കുന്നു. അതിനുവേണ്ടി കാണിക്കുന്ന വഴിവിട്ട ചെയ്തികൾ ചിലപ്പോൾ അന്നുവരെ ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയോ അഭിമാനത്തോടുകൂടി ഉപയോഗിക്കേണ്ടതിന് പകരം അപമാനത്തോടുകൂടി അകറ്റി നിർത്തേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അന്യരെ ദ്രോഹിക്കുകയും അവരുടെ ദ്രോഹങ്ങൾ ഏൽക്കുകയും ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുകയും ചെയ്യുന്നിടത്തോളം കാലമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് തൻ്റെ പ്രയത്നം, കർമ്മശേഷിയുടെ ഫലം അത് വളരെ ന്യായമായി അനുഭവിക്കാൻ കഴിയുക. എന്നല്ലാതെ എത്ര കിട്ടിയാലും ഒന്നുമില്ലെങ്കിലും സുഖത്തിനൊരു കുറവും വരികയില്ല. ഒരു വമ്പിച്ച നേട്ടമുണ്ടായാൽ നിലം വിട്ട് ചാടുകയോ നഷ്ടബോധമുണ്ടായി
നിരാശപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥമായ ജീവിത വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും ക്ഷേമവും ഒക്കെ അനുഭവിക്കേണ്ടത്. മറിച്ച് എന്താണോ തൻ്റെ കയ്യിൽ ഉള്ളത്, ഒരു നേരത്തെ ഒരു കവിൾ വെള്ളം കുടിക്കുമ്പോഴാണ്, അതിൻ്റെ ദാഹം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജ്യൂസ് കഴിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനേക്കാൾ ഈ ഒരു ഗ്ലാസ് ഒരു കവിൾ വെള്ളത്തിൻ്റെ വില നാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എത്രയാണോ ഉള്ളതിൽ നന്ദി കാണിച്ചും ഇല്ലാത്തതിൽ യാതൊരുവിധ നിരാശയും ഇല്ലാതെയും കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആത്മസംതൃപ്തി നൽകുന്നവരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.